ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടെൻഡർ ചീസി ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ ഒരു കവറ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പരത്തി എടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു മുട്ടി വെച്ചിട്ട് അതൊന്നിങ്ങനെ ജസ്റ്റ് മുട്ടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഉടച്ചെടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ജസ്റ്റ് അതൊന്ന് ഫ്ലാറ്റൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ അതൊന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിത് പീസുകളൊക്കെ വീണ്ടും ഒന്ന് കവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്കത് റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാ അങ്ങനെയെല്ലാം അത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയൊരു തരത്തിലുള്ള മാരിനേഷൻ കൊടുക്കണം. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോയും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. എന്നോട് അത് മാരിനേഷൻ ചെയ്യുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് ആ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, ഒരു ഹാഫ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു അരക്കപ്പ് പോലെ മൊസറല്ല ചീസും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസും ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും നമ്മുടെ നാടൻ മസാലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കൂട്ട്. അപ്പോൾ ഇതാ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനും ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിക്കന് നേരത്തെ ഒന്ന് നല്ലപോലെ ഒരു ഫ്ലാറ്റൻ ചെയ്ത് എടുത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. അങ്ങനെ ഇതാ ഒരു പീസ് ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും മസാല ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ബേക്കിംഗ് ട്രേയിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ചിക്കനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് എടുത്തിട്ട് ഞാനത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്തെടുത്തതിന് അതിന് മുകളിലായിട്ട് ഇനി കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി മൊസറല്ല ചീസും ചേർത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ബേക്ക് ചെയ്തെടുക്കണം. ഇതിന് മുകളിലായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മളുടെ ടെൻഡർ ചീസി ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കഴിച്ചത്. ബ്രെഡ് ടോസ്റ്റും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഇതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ സൂപ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.